നമസ്കാരം. നമ്മൾ വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത്. 2-3 ദിവസം മുൻപ് നമ്മൾ ഒരു വാർത്ത കണ്ടിരുന്നു. കുറച്ച് അധ്യാപകരും അവരുടെ കുടുംബവും ഒരു വിനോദയാത്രയ്ക്ക് പോവുകയും അവർ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെടുകയും ആൾക്കാർ മരണപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു വാർത്ത വളരെ വേദനയോടുകൂടി നമ്മൾ അറിഞ്ഞ ഒരു വാർത്തയാണത്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, മരണപ്പെട്ട ആൾക്കാർക്ക് നിത്യശാന്തി നേർന്നുകൊണ്ടും അവരുടെ കുടുംബാംഗങ്ങൾക്ക് അത് സഹിക്കാനും ക്ഷമിക്കാനും ഉള്ള കഴിവ് ഈശ്വരൻ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ ചാനലിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒക്കെ കുറേ കാര്യങ്ങൾ അവർ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അപകടങ്ങൾക്കുള്ള കാരണം, ഡ്രൈവറുടെ പ്രായം, പിന്നെ അതുപോലെ വാഹനത്തിൻ്റെ പ്രശ്നമാണെന്നുള്ള രീതിയിൽ, ബ്രേക്കിംഗ് സംവിധാനം പെട്ടെന്ന് തകരാറാകുന്ന ഒരു വാഹനമാണ് എന്നുള്ള രീതിയിൽ, പിന്നെ ഇറങ്ങുമ്പോൾ പാലിക്കേണ്ട മര്യാദ ഡ്രൈവർ പാലിച്ചിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് നിരവധി കമൻറ്റുകളും ചർച്ചകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനകത്ത് പ്രമുഖരായിട്ടുള്ള ഓട്ടോ ജേർണലിസ്റ്റ് ഉൾപ്പെടെ, അതല്ലെന്നുണ്ടെങ്കിൽ വാഹനം കൈകാര്യം ചെയ്ത് പരിചയമുള്ള ആൾക്കാരെല്ലാവരും അതിനകത്ത് വളരെ നല്ല രീതിയിലുള്ള വിശദീകരണങ്ങളൊക്കെ നല്ലത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് മാനുവൽ ട്രാൻസ്മിഷൻ വെഹിക്കിളിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ കയറ്റം കയറുന്ന അതേ ഗിയറിൽ തന്നെ ഇറങ്ങണം. അതിലുപരിയായിട്ട് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് വാഹനം നമ്മളുടെ കൺട്രോളിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വേഗത കുറച്ചിട്ട് ഗിയർ ഡൗൺ ചെയ്ത് വാഹനം ഇറങ്ങുന്ന രീതിയിലൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റി അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ മാനുവൽ ഗിയർ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിന് പകരമായി ഒരുപാട് ആൾക്കാർ ഓട്ടോമാറ്റിക് ഗിയറുള്ള വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൽ AMT ഉണ്ട്, CVT ഉണ്ട്, IMT ഉണ്ട്, അങ്ങനെ പല കാറ്റഗറിയിലുണ്ട്. ഇപ്പോൾ AMTയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പെട്ടെന്നത് മനസ്സിലാക്കാൻ പറ്റും. കാര്യം ഡ്രൈവ് മോഡിൽ നിന്ന് നമുക്ക് മാനുവൽ മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അതിനകത്ത് പ്ലസ് ഓർ മൈനസ് സിമ്പൽ ഉണ്ട്. കാര്യം പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പ് ഗിയറും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺ ഗിയറിലേക്കും പോകുന്നതായിട്ടുള്ള സിമ്പിൾസ് അതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ AMT യൂസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുത്തനെയുള്ള ഇറക്കമൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഡ്രൈവ് മോഡിൽ നിന്നും മാനുവൽ മോഡിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്തിട്ട് മൈനസ് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. കുറഞ്ഞ ഗിയറിലേക്ക് മാറ്റി കൊടുത്തിരുന്നാൽ മതി. വളരെ ഈസി ആയിട്ട് സാധിക്കും. ഇപ്പോൾ തേർഡ് ഗിയറിൽ നമുക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഗിയറിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ളൊരു മാനുവൽ സംവിധാനം അതിനുണ്ട്. ഇപ്പോൾ CVTയെ സംബന്ധിച്ചിടത്തോളാണെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ചില ഗിയർ സിസ്റ്റങ്ങളിൽ ഈ പറയുന്നത് പോലെ മാനുവൽ എന്നുള്ള ആ ഒരു മോഡ് കാണില്ല. അതിന് പകരം ഡ്രൈവിന് താഴെയായിട്ട് ലോ ഗിയറിൻ്റെ ഒരു സിമ്പൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഡ്രൈവ് മോഡിൽ നിന്നും ലോ ഗിയറിലേക്ക് അപ്ലൈ ചെയ്തിട്ട് വാഹനം കുത്തനെയുള്ള ഇറക്കമാണെന്നുണ്ടെങ്കിലോ ഉപയോഗിക്കാം. കാര്യം അന്നേരം ആ ഒരു എഞ്ചിനുമായിട്ടുള്ള ഒരു ഫ്രിക്ഷൻ കൂടും വണ്ടിക്ക്, നമ്മൾ എൻജിൻ ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് പോലെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡ്രൈവ് മോഡിൽ നിന്ന് ലോ ഗിയറിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, ഇപ്പോൾ CVT ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് സ്പീഡ് ഒന്ന് കുറയ്ക്കുക. ഒരു 30-ൽ താഴെ കൊണ്ടുവരാൻ പറ്റിയാൽ വളരെ നല്ല കാര്യം. 30 കിലോമീറ്റർ സ്പീഡിൽ താഴെ കൊണ്ടുവന്നതിന് ശേഷം ഡ്രൈവ് മോഡിൽ നിന്നും Lലേക്ക് അപ്ലൈ ചെയ്യുക, ലോയിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കത് അറിയാൻ പറ്റും. ബ്രേക്ക് നമ്മൾ കണ്ടിന്യൂസ് അന്നേരം ഉപയോഗിക്കേണ്ടതായിട്ട് വരത്തില്ല. ആ ഒരു എൻജിൻ ബ്രേക്കിംഗ് കാരണം ആ ഒരു വെയിറ്റ് ഉള്ളത് കൊണ്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മളുടെ കൺട്രോളിൽ നിൽക്കുകയും ചെയ്യും. തിരിച്ച് അതേപോലെ തന്നെ നമുക്ക് ഡ്രൈവ് മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പീഡ് ഒന്ന് ലിമിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ഡ്രൈവ് മോഡിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ബ്രേക്ക് നമ്മൾ കൂടുതൽ അപ്ലൈ ചെയ്യും തോറും ഹീറ്റ് ആവുകയും ഈ പറയുന്നത് പോലെ നമ്മളുടെ ബ്രേക്ക് പാഡും ഡിസ്കും തമ്മിൽ ഫ്രിക്ഷൻ നടക്കുന്നത് കൊണ്ട്
പെട്ടെന്ന് ചൂടാകുകയും ബ്രേക്ക് നമുക്ക് കിട്ടാതെ വരികയൊക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. പിന്നെ ഇതെല്ലാം ഓരോ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ വാഹനം സ്ഥിരമായി യൂസ് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുമായിട്ടൊരു പരിചയമൊക്കെ വരും. ഇതൊക്കെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നതാണ്. എങ്കിലും ചില ഓട്ടോമാറ്റിക് വെഹിക്കിളുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനകത്ത് ചിലപ്പോൾ അറിയണമെന്നില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ബ്രേക്ക് കൂടുതൽ അപ്ലൈ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇറങ്ങുന്ന സമയത്ത്. അത് ദോഷം ചെയ്യും. അത് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം ഈ ഒരു വീഡിയോയിൽ വന്നു എന്നുള്ളതേ ഉള്ളൂ.